Hello everyone, welcome to Brilliant EduTech, the best solution ever. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2ന്റെ എക്സാം ഡേറ്റ് വന്നതിനെ കുറിച്ച് പറയാനായിട്ടാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തുക. റീസെന്റ് ആയിട്ടുള്ള ഇതുപോലത്തെ PSC എക്സാം അപ്ഡേറ്റ്സിനായിട്ട് മറക്കാതെ ചാനലുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുക. അപ്പൊ കഴിഞ്ഞ വർഷം ഈ ഒരു കോഴ്സിനകത്ത് നമുക്ക് റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് 1ഉം 2ഉം റാങ്കുകളിൽ നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. വളരെ ചെറിയൊരു ഗ്രൂപ്പായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് റാങ്കുകൾ നമ്മൾ നേടിയെടുത്തു. ആദ്യത്തെ റാങ്കിൽ നമുക്ക് ആതിര, അതുപോലെ സെക്കൻഡ് റാങ്കിൽ നമുക്ക് അൽഫിയ ഉണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ എക്സാം ഡേറ്റ് അതുപോലെ കൺഫർമേഷൻ എഗെയിൻ വന്നിരിക്കുകയാണ്. എക്സാം ഡേറ്റ് 3-ാം തീയതിയാണ്, സെപ്റ്റംബർ മാസം 3-ാം തീയതിയാണ്. കൺഫർമേഷൻ നമുക്ക് 23/6/2024 മുതൽ 12/7/2024 വരെ, അടുത്ത മാസം 12-ാം തീയതി വരെ കൊടുക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു എക്സാമിന് കൺഫർമേഷൻ കൊടുക്കാൻ താല്പര്യമുള്ള എല്ലാവരും മറക്കാതെ നിങ്ങളുടെ കേരള PSC പ്രൊഫൈൽ വിസിറ്റ് ചെയ്ത് കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി എന്താണ് ഈ ഒരു എക്സാമിന്റെ സിലബസ്? സിലബസ് നമുക്ക് നോക്കാം. കഴിഞ്ഞ വർഷം വന്ന അതേ സിലബസ് ആണ് കേട്ടോ. പെത്തോളജി, അതിനകത്ത് നമുക്ക് ഹെമറ്റോളജി വരുന്നുണ്ട്. പാർട്ട് 1 പെത്തോളജി 30 മാർക്കിനാണ് കേട്ടോ. ഇനി അതിനകത്ത് തന്നെ സബ് ഡിവിഷൻസ് ഏതൊക്കെയാണ്? മൊഡ്യൂൾ 2 ക്ലിനിക്കൽ പെത്തോളജി, മൊഡ്യൂൾ 3 ഹിസ്റ്റോ ടെക്നോളജി, സൈറ്റോളജി, അതുപോലെ സൈറ്റോ ജെനറ്റിക്സ്, മൊഡ്യൂൾ 6 ബ്ലഡ് ബാങ്കിങ്, അതുപോലെ പാർട്ട് 2 മൈക്രോബയോളജി 30 മാർക്കിന് അഗെയിൻ ജനറൽ മൈക്രോബയോളജി, ബാക്ടീരിയോളജി, പാരാസിറ്റോളജി, മൈക്കോളജി, വൈറോളജി, ഇങ്ങനത്തെ ചില ടോപ്പിക്സ്. പാർട്ട് 3 ബയോകെമിസ്ട്രി 40 മാർക്കിന്റെ ബയോകെമിസ്ട്രി ഡിറ്റോ സിലബസ് ആണ് വന്നിരിക്കുന്നത്. ഇതിൽ മൊഡ്യൂൾ 1 നമുക്ക് ഗ്ലാസിനെ പറ്റിയും ലാബ് സേഫ്റ്റിനെ പറ്റിയിട്ടൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് ഗ്രേഡ് ഓഫ് കെമിക്കൽസ്, സിമ്പിൾ ആയിട്ടുള്ള ചില യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ്, ചെറിയ ചെറിയ ടോപ്പിക്സ് ആണ് കേട്ടോ. കുറെ മൊഡ്യൂൾസ് ഉണ്ടെങ്കിലും വളരെ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സ് ആണ് ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. വളരെ ബേസിക് ആയിട്ടുള്ള ചില ടോപ്പിക്സ്. അപ്പോൾ ബയോകെമിസ്ട്രി അത്യാവശ്യം ലെങ്തി ആണെങ്കിലും വളരെ ചെറിയ ചെറിയ മൊഡ്യൂൾസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ചില കാര്യങ്ങളാണ്, എങ്കിലും അത് പഠിക്കണം, നല്ല വൃത്തിയായിട്ട് തന്നെ പഠിക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ സിലബസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഏകദേശം കൂടുതൽ മൊഡ്യൂൾസ് വരുന്നത് ബയോകെമിസ്ട്രിയിലാണ്. 40 മാർക്കിന്റെ മൊഡ്യൂളാണ്. ബാക്കി 2 മൊഡ്യൂൾസും 30 മാർക്കിനാണ് കേട്ടോ വരുന്നത്. അപ്പൊ ഈ ഒരു കോഴ്സിന്റെ പ്രിപ്പറേഷൻ ആയിട്ട് തന്നെ നമ്മളൊരു കോഴ്സ് ലോഞ്ച് ചെയ്യാണ്. അപ്പൊ ഈ ഒരു കോഴ്സിന് ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. 9995264596 ആണ് നമ്മുടെ നമ്പർ. അപ്പൊ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് എന്തൊക്കെ സർവീസസ് ആണ് ലഭിക്കുന്നത്? നിങ്ങൾക്ക് വ്യക്തമായ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും. നമുക്ക് ആകെ 2 മാസമൊക്കെയാണ് ഉള്ളത്. സെപ്റ്റംബറിൽ നമ്മുടെ എക്സാം എത്തി. അപ്പൊ ഇത്രയും വലിയൊരു സിലബസ് സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പഠിച്ചു പോകണം. അതിനായൊരു വ്യക്തമായ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതനുസരിച്ച് ഫോളോ അപ്പ് ചെയ്യണം. അത് മാത്രമല്ല, നമുക്ക് MCQ പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ MCQ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും. ക്യൂസിലൂടെയും റിവിഷൻ ടെസ്റ്റിലൂടെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും. സിലബസ് ഓറിയന്റഡ് നോട്ട്സ് ഉണ്ടായിരിക്കും, ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടായിരിക്കും, സ്റ്റഡി ആൻഡ് മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു പ്രിപ്പറേഷന്റെ ടൈമിൽ പലർക്കും ഉണ്ടാവുന്നത് ആദ്യം ഒരു ഹൈപ്പൊക്കെ കാണിക്കും, നന്നായിട്ട് പഠിച്ചു പോകും, പക്ഷെ പതുക്കെ അവരൊന്ന് ഡൗൺ ആവും. പിന്നെ എക്സാമിന്റെ കൺഫർമേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടാണ്, കൺഫർമേഷൻ അല്ല, ഹോൾ ടിക്കറ്റ് കേട്ടോ, ഹോൾ ടിക്കറ്റ് വന്നതിന് ശേഷമാണ് പലരും പഠിക്കാനായിട്ട് തുടങ്ങുക. അപ്പൊ ഈ ഒരു സമയത്തൊക്കെ നിങ്ങൾ കോൺസ്റ്റന്റ്ലി ഒന്ന് ആക്റ്റീവ് ആയിട്ട് ഇരുന്നില്ലെങ്കിൽ സ്വയമൊക്കെ പഠിക്കുമ്പോൾ ചിലരെങ്കിലും ഒന്ന് ഡൗൺ ആയിട്ട് പോകും. അപ്പൊ ഈ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ അനാലിസിസും അതുപോലെ തന്നെ സ്റ്റഡി ആൻഡ് മെന്റർ സപ്പോർട്ട് കൊടുക്കുന്നത്. പിന്നെ റിവിഷൻ ടെസ്റ്റുകൾ, ക്വിസുകൾ, സെൽഫ് അനാലിസിസ്, നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് പൊക്കോണ്ടിരിക്കുന്നത്, ദിനം പ്രതി നിങ്ങൾ എങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത് അനലൈസ് ചെയ്യാനാണ് സെൽഫ് അനാലിസിസ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു രീതിയിൽ ഒരു പാക്കേജ് ആണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് മറക്കാതെ വാട്സപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ സാധാരണ നമ്മൾ എക്സാം ഒക്കെ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മളൊരു സ്റ്റഡി പ്ലാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ ഒരു എക്സാമിനും നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ വേണ്ടതായിട്ടുണ്ടെങ്കിൽ, വളരെ കുറച്ച് സ്റ്റുഡൻസ് മാത്രമാണ് നമ്മുടെ ഈ എക്സാംസ് ഒക്കെ എഴുതുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു സ്റ്റഡി പ്ലാൻ ആവശ്യമായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. സ്റ്റഡി പ്ലാൻ റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ മറക്കാതെ താഴെയുള്ള കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ റിക്വസ്റ്റ് അനുസരിച്ച് ഉടനെ തന്നെ നമ്മളൊരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും.
അപ്പൊ ഈ ഒരു എക്സാമിന് വേണ്ടി കൺഫർമേഷൻ കൊടുക്കാനിരുന്ന എല്ലാവരും തന്നെ പെട്ടെന്ന് തന്നെ പോയിട്ട് കൺഫർമേഷൻ കൊടുക്കുക. 12-ാം തീയതി വരെ കൺഫർമേഷൻ കൊടുക്കാൻ സാധിക്കുള്ളൂ. അതിനുശേഷം ആലോചിച്ചിട്ട് കാര്യമില്ല അല്ലേ? ഈ കൺഫർമേഷൻ കൊടുത്താൽ മാത്രം പോരാ, പഠിക്കണം, പഠിച്ച് തുടങ്ങണം പെട്ടെന്ന് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ വീഡിയോ ആവശ്യമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതനുസരിച്ച് നമ്മൾ ഉടനെ തന്നെ അവൈലബിൾ ആക്കും. അപ്പോൾ നിങ്ങളുടെ കമന്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ റിക്വസ്റ്റ് അനുസരിച്ചാണ് നമ്മൾ ഓരോന്നും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത വീഡിയോ അപ്ഡേറ്റ്സിനായിട്ട് ചാനലുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ സേഫ് ആയിട്ടിരിക്കുക. താങ്ക് യു.